നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ഇടുക്കി തൊടുപുഴ നഗരസഭയിൽ LDFന് ഭരണനഷ്ടം. LDF ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം BJPയിലെ ഒരു വിഭാഗം കൗൺസിലർമാരുടെ പിന്തുണയോടെ പാസായി. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച 4 കൗൺസിലർമാരെ BJP സസ്പെൻഡ് ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. 35 അംഗ കൗൺസിലിൽ 14 UDF കൗൺസിലർമാരും 8-ൽ 4 BJP കൗൺസിലർമാരുമാണ് UDF അവിശ്വാസത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തത്. സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന നേതൃത്വം വിപ്പ് നൽകിയിരുന്നു. എന്നാൽ BJP പാർലമെന്ററി പാർട്ടി നേതാവടക്കം 4 പേർ വിപ്പ് ലംഘിച്ച് അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. എക്കാലവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഞാൻ കയറുന്ന സമയത്ത് 18% ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ ഇപ്പോൾ 52% എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നഗരസഭയിലെ 34 കൗൺസിലർമാരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ കൗൺസിൽ എടുക്കുന്ന തീരുമാനപ്രകാരം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നിർവഹിക്കുന്നതിൽ കൃത്യനിർവഹണം നടത്തുന്നതിൽ ഞാൻ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്, അത് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലെ മോശം ഭരണത്തിനെതിരായാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്ന് UDF പറയുന്നു. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ UDF സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും കൗൺസിലർമാർ പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന് ഞങ്ങൾ ചെയർമാൻഷിപ്പിന്റെ വിഷയം സംബന്ധിച്ച് വിട്ടിരിക്കുകയാണ്. അവിശ്വാസ പ്രമേയം സംബന്ധിച്ചുള്ള കാര്യം വിട്ടിരിക്കുകയാണ്. അത് UDFന്റെ സംസ്ഥാന നേതൃത്വം അതിന് ഉചിതമായ തീരുമാനം എടുത്ത് അറിയിക്കും. ആ തീരുമാനം എന്താണോ ആ തീരുമാനത്തെ UDFന്റെ 14 കൗൺസിലർമാരും ഐകകണ്ഠേന അംഗീകരിക്കും. UDF കൊണ്ടുവന്ന അവിശ്വാസത്തിൽ BJP സംഘടനാ സംവിധാനത്തിനും തിരിച്ചടിയുണ്ടായി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് വോട്ട് ചെയ്തത് 4 കൗൺസിലർമാർ. കാഞ്ഞിരമറ്റം മേഖലയിലെ ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ന്യൂനപക്ഷമായ ഈ കൗൺസില് അധികാരത്തിൽ നിന്ന് താഴെ വരണം, ഒരു CPMന്റെ ഭരണസമിതിയെ നിലനിർത്തേണ്ട ചുമതല ഞങ്ങൾക്കില്ല എന്ന് ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്നാൽ LDF ഭരണം അവസാനിപ്പിക്കാനാണ് പിന്തുണച്ച് വോട്ട് ചെയ്തതെന്ന് BJPയിലെ ഒരു വിഭാഗം. സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് BJPയുടെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് UDFനൊപ്പം ചേർന്നിട്ടുള്ള 4 BJP കൗൺസിലർമാർ. അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് BJPയുടെ നേതൃത്വമാണ്, ജില്ലാ നേതൃത്വമാണ്. അവർ നടപടിയെടുക്കുമായിരിക്കണം. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത 4 BJP കൗൺസിലർമാരെ BJP സംസ്ഥാന അധ്യക്ഷൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. TS രാജൻ, ജിതേഷ് C, ജിഷ ബിനു, കവിത വേണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 6 മാസം മുമ്പ് LDF ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന UDFനെതിരെ മുസ്ലിം ലീഗ് വോട്ട് ചെയ്തിരുന്നു. അന്ന് ചെയർമാനായിരുന്ന സനീഷ് ജോർജ് ഇന്ന് UDFനൊപ്പമാണ്. വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാനിടയുള്ള അന്തർനാടകങ്ങൾ എന്താകുമെന്ന് കണ്ടറിയണം. ന്യൂസ് മലയാളം, ഇടുക്കി.